ഈ കോഴിക്കോട്ടെ സ്ഥിതി എന്താണ്? ഈ പാലക്കാട് ഉൾപ്പെടെ ഈ LDF സംവിധാനം ഇല്ലാതെ CPIയും CPIയും ഒക്കെ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഇടങ്ങളുണ്ട്, വിമതശല്യമുള്ള സ്ഥലങ്ങളുണ്ട്. അതിനിടയിൽ പാലക്കാട് നിന്ന് വന്ന ഒരു ഭീഷണിയുണ്ട്. എന്തൊക്കെയാണ് വടക്കൻ കേരളത്തിലെ പുതുചിത്രം, നിഖിൽ? ഉന്മേഷ്, വടക്കൻ കേരളത്തിലും ഈ വിമതരുടെ ശല്യം മുന്നണികളെ വലിയ രീതിയിൽ തലവേദനയിലാക്കുന്നുണ്ട്. നമുക്ക് കോഴിക്കോട് നിന്ന് തുടങ്ങിയാൽ, കോഴിക്കോട് ആകെ 9761 സ്ഥാനാർത്ഥികളാണുള്ളത്. 118 പേരുടെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളി. കോഴിക്കോട് നമ്മൾ പ്രധാനമായും പരിശോധിക്കുമ്പോൾ കോൺഗ്രസിനാണ്, UDF-നാണ് വലിയ തിരിച്ചടി. കുന്നമംഗലം ഡിവിഷനിൽ, കുന്നമംഗലം കാരശ്ശേരി ഡിവിഷനിൽ UDF-ന് 5 പ്രമുഖ വിമതന്മാരാണുള്ളത്. ഇവരെല്ലാവരും തന്നെ പ്രമുഖരായിട്ടുള്ള ആളുകളാണ്. അതായത് പാർട്ടിയിലെ തന്നെ ചുമതലകളൊക്കെ വഹിക്കുന്ന ആളുകളാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്തുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഔദ്യോഗിക സ്ഥാനാർത്ഥി VN ഷുഹൈബിനെതിരെ DCC മെമ്പർ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് മത്സര രംഗത്തുള്ളത്. മറ്റൊരു പ്രധാനമായ പ്രതിസന്ധി ഉള്ളത് ഫറോക്ക് നഗരസഭയിലാണ്. അവിടെ LDF-ൽ നിന്ന് UDF-ലേക്ക് സമീപകാലത്തെത്തിയ സനുപ്രിയ നിയാസ് എന്ന വനിതയ്ക്ക് സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് അവർ 12ാം ഡിവിഷനിൽ മത്സരിക്കുകയാണ്. അവർക്ക് പക്ഷേ മുസ്ലിം ലീഗിന്റെ പിന്തുണയുണ്ട്. കോൺഗ്രസ് അവിടെ ഔദ്യോഗികമായ ഒരു സ്ഥാനാർത്ഥി, ദിവ്യ ഗിരീഷ് എന്നൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുമുണ്ട്. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഇപ്പോൾ ഫറോക്കിലുണ്ട്. അത് പരിഹരിക്കാൻ വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നേതൃത്വം ഇടപെട്ട് നടത്തിയെങ്കിലും ഇതുവരെ അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ നാദാപുരം പഞ്ചായത്തിലെ 1ാം വാർഡായ ഇയ്യങ്കോട് CPIയും നേർക്ക് നേരാണ് ഏറ്റുമുട്ടുന്നത്. മുന്നണി സമവാക്യങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇരുവരും നേരിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മൾ മറ്റു ജില്ലകളിലേക്ക് കടക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് വയനാട്. വയനാട്ടിൽ ഇത്തവണ ജഷീർ പള്ളിവയൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു സമരമുഖമുണ്ട്. സമീപകാലത്ത് ഈ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന്റെ ഏറ്റവും മുൻനിരയിൽ നിന്നിട്ടുള്ള ചെറുപ്പക്കാരനാണ് ജഷീറിന് പക്ഷേ ഇത്തവണ സീറ്റ് നൽകാത്തതിനെ തുടർന്ന് തോമാട്ടുചാൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് പത്രിക നൽകിയിട്ടുണ്ട്. അത് വിമതനായി മത്സരിക്കുകയാണ്. കോൺഗ്രസിലെ ശശീന്ദ്രനാണ് അവിടുത്തെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. ഈ പത്രിക പിൻവലിപ്പിക്കാനുള്ള വലിയ നീക്കങ്ങൾ നേതൃത്വം ഇടപെട്ട് നടത്തുന്നുണ്ട്. സുധാകരന്റെ ഒക്കെ അടുത്തയാളാണ് ജഷീർ പള്ളിവയൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി മത്സരിക്കുന്ന ഷംസാർ മരക്കാർക്കും അപരനുണ്ട്. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പൂതാട് ഡിവിഷനിലേക്കാണ് ഒരു റിബൽ സ്ഥാനാർത്ഥി പത്രിക നൽകിയിട്ടുള്ളത്. അതും ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട്. നമ്മൾ മലപ്പുറം ജില്ലയിലേക്ക് പോകുമ്പോൾ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള മലപ്പുറത്തേക്ക് എത്തുമ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ ഡിവിഷനിൽ തന്നെ വിമത സ്ഥാനാർത്ഥി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ വിമത സ്ഥാനാർത്ഥിയായി സുലേഖ മത്സരിക്കുകയാണ്. അവരെ പാർട്ടി ഇതിനോടകം തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റുമെങ്കിലും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ വാർഡിൽ നിന്ന് തന്നെ ഒരു വിമത ഉണ്ടാവുക എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ്. കാസർകോട്ടേക്ക് വരുമ്പോൾ വെള്ളൂർ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, മൊഗ്രാൽ, പുത്തൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ BJP-ക്ക് വിമത സ്ഥാനാർത്ഥികളുണ്ട്. BJP-യുടെ ഉറച്ച സീറ്റുകളിലാണ് ഈ വിമത ഭീഷണി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഒരു 24 മണിക്കൂറിന്റെ കൂടി കാലതാമസമേ ഉള്ളൂ ഈ പത്രികകൾ പിൻവലിക്കാൻ വേണ്ടി. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കർശനമായിട്ടുള്ള ഇടപെടൽ അതത് മുന്നണി നേതൃത്വങ്ങൾ നടത്തി വരുന്നുണ്ട്. ശരി, നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.